എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേവസ്വാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇയറിംഗ്സ് എങ്ങനെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കണ്ട, നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോക്സാണ്. ഇതെനിക്ക് മിഠായി മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ബോക്സാണ്. നമുക്കിപ്പോൾ കടയിൽ നിന്നൊക്കെ ബോക്സിൽ കിട്ടുന്ന മിഠായി മേടിക്കില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൊരു ബോക്സാണ്. അപ്പോൾ ആ ഒരു ബോക്സ് എടുക്കുക. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ഷീറ്റാണ്. ഈ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ ഷർട്ടൊക്കെ മേടിക്കുമ്പോൾ ആ ഒരു ബോക്സിൽ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തെർമോക്കോൾ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ തെർമോക്കോൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷീറ്റ് എടുത്തത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തെർമോക്കോൾ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ അളവിൽ തെർമോക്കോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതല്ല ഇതുപോലത്തെ ഷീറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു ലെങ്തിൽ ആദ്യമേ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ ബോക്സിൻ്റെ അളവ് നോക്കുക, അതിൻ്റെ ആ ഒരു വിഡ്ത്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം രണ്ടായിട്ട് മടക്കി ബോക്സിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ സെയിം ഷീറ്റിൻ്റെ തന്നെ കുറച്ച് ഭാഗം ഞാനൊന്ന് വേറെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ പരിപാടി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കമ്മലുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഓരോ കമ്മലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കമ്മലുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കമ്മലുകൾ പെട്ടെന്ന് ചീത്തയാവില്ല. ചില കമ്മലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൂട്ടിയിടുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് ബ്ലാക്ക് മെറ്റലിൻ്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കമ്മലുകൾ ഇങ്ങനെ കൂട്ടി നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ കളറ് മങ്ങി ചീത്തയായി പോവും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മളിങ്ങനെ കമ്മലെടുത്തിട്ട് ജസ്റ്റ് ആ ഷീറ്റിനകത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കമ്മലുകൾ സെക്യൂറായിട്ട് ഇരിക്കും. ആണിയുള്ള കമ്മലും ആണിയില്ലാത്ത കമ്മലും എല്ലാം നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ആണിയുള്ള കമ്മലാണെങ്കിൽ ആണിയോട് കൂടി തന്നെ ജസ്റ്റ് ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആണിയൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഓരോ കമ്മലായിട്ട് ഇതുപോലെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇയറിങ്സ് കംപ്ലീറ്റ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഞാനൊന്ന് അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു DIY. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു DIY ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.